Hi friends, welcome back to SHADI'S corner. ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബട്ടർ സ്കോച്ച് കേക്ക് പുഡിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമുക്കതിന് ബട്ടർ സ്കോച്ച് സോസിലേക്ക് സോസ് തയ്യാറാക്കാം. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കാരമലൈസ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാര ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും മതി. റൂം ടെമ്പറേച്ചറുള്ളത് തന്നെ ആവണം. നമ്മുടെ ബട്ടർ സ്കോച്ച് സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം 1 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. കേക്കിന് വേണ്ട സ്റ്റിഫ് പീക്ക് ആണെന്നില്ല, ഒരു ക്രീമി ടെക്സ്ചർ ആയാൽ മതി. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബട്ടർ സ്കോച്ച് സോസ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 3 ടേബിൾ സ്പൂൺ ബട്ടർ സ്കോച്ച് സോസ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത്ര മതി. ഇനി നമുക്ക് പുഡിങ് സെറ്റാക്കി എടുക്കാം. ഞാൻ കേക്ക് ഉണ്ടാക്കിയപ്പോൾ പൊടിഞ്ഞു പോയ ഭാഗമാണ് ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. ആ കേക്കിൻ്റെ പൊടി നമുക്ക് ആദ്യം പുഡിങ് ട്രേയിലൊന്ന് നിരത്തി കൊടുക്കാം. ശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം ലെയർ മുകളിൽ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത നട്ട്സ്, ബദാമും കാഷ്യൂനട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി വീണ്ടും നമ്മൾ കേക്കിൻ്റെ പൊടി ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം.
നന്നായി പൊടിച്ചിട്ടൊന്നുമില്ല, കൈ കൊണ്ട് ഒന്ന് പൊടിച്ചിട്ടെടുത്തിട്ടുള്ളൂ. ഇനി ഒന്ന് ലെവലാക്കിയതിന് ശേഷം വീണ്ടും നേരത്തെ പോലെ റിപ്പീറ്റ് ചെയ്യാം. വിപ്പിംഗ് ക്രീമിൻ്റെ ലെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബട്ടർ സ്കോച്ച് സോസിൽ കുറച്ച് ഒരു പൈപ്പിംഗ് ബാഗിലാക്കി ഒന്ന് മുകളിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമല്ല. ഇതിൻ്റെ മുകളിലായി ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ബോൾസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. ഇങ്ങനെ കേക്കൊക്കെ പൊടിഞ്ഞു പോയത് ബാക്കി വരെയൊക്കെ ആണെങ്കിൽ ഈ പുഡിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റായ പുഡിങ് അത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.